ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറേ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇട്ടിട്ട് എപ്പോഴെങ്കിലും കൂടുമ്പോഴേക്കാണ് ഇപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ റീസൺസ് കുറേ ഉണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് കാണിക്കാം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ പറ്റിച്ച് ഞാൻ വീഡിയോസ് ഇടാത്തേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് കേക്ക്, ഒരുപാട് കേക്കൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കുറച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം വേണ്ടുന്ന കേക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു. ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സും ഒന്ന് ഡിലേ ആക്കി വെച്ചു. കാരണം കുറച്ച് ആൾക്കാരോട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങ് ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് മാത്രമല്ല, ഓൺലൈൻ സ്റ്റുഡൻസിനോടും 2 ദിവസം 3 ദിവസം ഞാൻ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ, നല്ല തിരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കുകൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരുപാട് കേക്കിൻ്റെ ഡെക്കറേഷൻസും വീഡിയോസും ഒക്കെ മടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ അയക്കാട്ടോ, കുറച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു കുഞ്ഞു കുഞ്ഞു തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോസുമായിട്ട് വരും. അതുവരെ നമ്മൾ മറന്നു പോകരുതേ. മറന്നു പോവാതിരിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നോളൂ. പിന്നെ ലൈക്കും ചെയ്തേക്കണേ. പിന്നെ നമ്മൾ വാൻജോ ആയിക്കോട്ടെ, വാനില വേറെ ഒരു കേക്ക്, ചോക്ലേറ്റ് കേക്ക് വേറെ ഒന്ന്, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ട് അതിന് നമ്മൾ ഫില്ലിങ്സ് കൊടുക്കേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്. കാരണം 1 kg കേക്കാണ് നമുക്ക് വാൻജോ വേണ്ടതെങ്കിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 പോർഷൻസ് ആക്കിയിട്ട് മാറ്റുക. അതായത് 2 ലെയർ ചോക്ലേറ്റും 1 ലെയർ വാനിലയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുള്ള വാൻജോ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആട്ടോ അവിടെ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞതേ നമ്മൾ തിരക്കിൻ്റെ കാര്യങ്ങൾ ഇതാണ്. പള്ളിയിൽ ഉറൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഉറൂസിന് പോയിട്ടുണ്ടായിരുന്നു. 1-2 ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോസും ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ മാഷാല്ലാ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓരോ വീഡിയോസും ഓരോ ഇതും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ്, ഫുഡും ഐറ്റംസൊക്കെ ഈ 2-3 ദിവസത്തിൻ്റെ ആ ഒരു ഇതിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാനിപ്പോൾ ഐസ് ചെത്തിക്കൊടി എന്നൊക്കെ പറയും, ഐസ്ക്രീമും ഐസ് ചെത്തിയിട്ടിട്ടതും പിന്നെ അതിൻ്റെ അകത്ത് നട്ട്സും ഫ്ലേക്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ കുറേ ചോക്ലേറ്റ് ഫ്ലേവറും ഒരുപാട് ഐറ്റംസും സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല തണുപ്പോടെ തന്നെ നമ്മളിതൊന്ന് കഴിക്കണം. കഴിച്ച് ലാസ്റ്റ് തൊണ്ടയ്ക്കൊക്കെ പണിയൊക്കെ കിട്ടുമോ എന്നത് വേറെ കാര്യം. പക്ഷേ ആ ഒരു എല്ലാം ഇങ്ങനെ നടന്ന് എല്ലാ ചന്തയും കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഐറ്റംസൊക്കെ, അത് ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സിറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐസ്ക്രീമും എല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കയാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഐസിൻ്റെ ആ ഒരു ഐറ്റം തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുൻപും ശേഷം ഒക്കെ വേറെയും കുറേ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് തന്നെയായിരുന്നോ പണി എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരുപാട് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫെസ്റ്റിൻ്റെ ആ ഒരു ഈ ഒരു തൊട്ടിലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഊഞ്ഞാൽ പോലെയുള്ള ഒരു തോണി പോലെയുള്ളതില്ലേ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു. നോർമലി നമ്മൾ എല്ലാ വർഷവും കാണുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ആ ഒരു തോണിയാണ് ഇപ്രാവശ്യം കയറിയ സമയത്തും ഭയങ്കര ഹൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളിൽ കയറിയ സമയത്താണ് ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ കയറി ഇരുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റാണ് നമ്മൾ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഏറ്റവും ആ ഒരു കോർണറിൽ ഇരിക്കാനാണ് നമുക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. കാരണം അത്രയും കോർണറിൽ ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഹൈറ്റ് ഷീറ്റിക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഹൈറ്റ് ഫീൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഷീറ്റിക്കുള്ള കിക്കും കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലാട്ടോ ഞാനും കസിനും കൂടിയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും ലാസ്റ്റ് മാത്രമേ കയറാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കയറിയാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. സെൻറ്ററിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഹൈറ്റിൽ അങ്ങ് പോകില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വൈബും കിട്ടില്ല. അപ്പോൾ മാക്സിമം ഹൈറ്റ്
സൈറ്റിൽ പോയിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ നല്ല പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒച്ചപ്പാടും കൂക്കി വിളിച്ചിട്ടൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ ഇത് ബ്രേക്ക് ഡാൻസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ചില സമയത്ത് നമ്മൾ ആ ഒരു തല പിടിക്കുന്ന രൂപം വിട്ടുപോയി കഴിഞ്ഞാൽ കഴുത്തൊക്കെ ഉളുക്കി പോകാനുള്ള ചാൻസും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രേക്ക് ഡാൻസ് പറയുന്ന സംഭവം എല്ലാത്തിലും മ്യൂസിക് ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് ഹെവി മ്യൂസിക് ഭയങ്കര സൗണ്ട് എഫക്റ്റിലാട്ടോ ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സൗണ്ട് കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ കോംബോ ഓഫറായിട്ട് മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മോമോസിൻ്റെ ഐറ്റംസും അടിപൊളി ടേസ്റ്റായിരുന്നു. 5 തരം ഫ്ലേവറിലാണ് മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോമോസും പിന്നെ ഐസ്ക്രീം, ആ ഒരു റോളിങ് സംഭവം വരുന്നത് ഐസ്ക്രീം ആട്ടോ. ഐസ്ക്രീം ഇങ്ങനെ ഫുള്ള് എന്തൊക്കെയല്ലോ സോസസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് അതിന് ശേഷം അതിങ്ങനെ ചെത്തിയിട്ട് നമുക്ക് തരും. പിന്നെ നടന്നു പോയിട്ട് പള്ളിയിലൊക്കെ കയറി പിന്നെ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു പൊട്ടറ്റോ റോൾസും ഈ ഒരു സംഭവവും പിന്നെ മസാല പൂരി, പാനിപൂരി അങ്ങനെ ഐറ്റംസ് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ അവരൊരു മെഷീനിലിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറേ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഇത് ഐറ്റംസ്, അതായത് കോൺഫ്ലവർ, മൈദ, മുളക് പൊടി അങ്ങനെയുള്ള കുറേ മസാല പൗഡറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ആ ഒരു വെള്ളം അവർ ഒഴിക്കും. എന്നിട്ട് ഓയിലിൽ ഫുള്ളായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് സോസും മുളക് പൊടിയും പിന്നെ മയോണൈസും അങ്ങനെ കുറേ ഐറ്റംസ് ചേർക്കുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചില സമയത്ത് ഒരു സ്പൈസി കുറഞ്ഞ പോലെ ഉണ്ട്. 1-2 തവണ ഇത് വാങ്ങി കഴിച്ചു കേട്ടോ. അതിൽ ഫസ്റ്റ് വാങ്ങിയ സമയത്ത് നല്ല സ്പൈസി ഉണ്ടായിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെ രണ്ടാമത് വാങ്ങിയപ്പോൾ സ്പൈസി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഫുള്ളും എല്ലാം ഒറ്റ ദിവസമല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കണം, കുറേ ദിവസങ്ങളായിട്ടാണ്. പിന്നെ കോളിഫ്ലവർ, മുളക് ബജ്ജി, ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഐസ്ക്രീം കൂടെ. അപ്പോൾ 1-2 ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇതൊക്കെ.